പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 40-ാം ദിനം. ഗ്രീക്ക് പുരാണത്തിൽ സുന്ദരിയായ ഒരു രാജകുമാരിയുടെ കഥയുണ്ട്. അതീവ സുന്ദരിയായിരുന്ന അവളെ വിവാഹം കഴിക്കാൻ രാജകുമാരന്മാരും പ്രഭുക്കന്മാരും പണ്ഡിതരുമെല്ലാം ആഗ്രഹിച്ചു. എന്നാൽ വിവാഹത്തിനായി പെൺകുട്ടി ഒരു വ്യവസ്ഥ വെച്ചു. എന്നോടൊപ്പം ഓടി ജയിക്കുന്നവനെ മാത്രമേ ഞാൻ ഭർത്താവായി സ്വീകരിക്കുകയുള്ളൂ. പലരും അവളോടൊപ്പം ഓട്ടമത്സരത്തിൽ പങ്കെടുത്തുവെങ്കിലും ആർക്കും ജയിക്കാനായില്ല. എല്ലാവരും നിരാശയോടെ പിൻവാങ്ങി. ഏറ്റവും ഒടുവിൽ രാജകുമാരിയെ വിവാഹം കഴിക്കുവാനുള്ള ആഗ്രഹത്തോടെ എത്തിയ ചെറുപ്പക്കാരൻ അതിബുദ്ധിമാനായിരുന്നു. രാജ്യത്തെ തന്നെ ഏറ്റവും വേഗത കൂടിയ ഓട്ടക്കാരിയായ രാജകുമാരിയെ തോൽപ്പിക്കുവാൻ തക്ക വേഗം തനിക്കില്ല എന്ന് അവൻ അറിയാമായിരുന്നു. അതിനാൽ ഓട്ടമത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് രാജകുമാരിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു എന്താണെന്ന് അവൻ അന്വേഷിച്ചറിഞ്ഞു. ആപ്പിൾ കണ്ടാൽ രാജകുമാരി എല്ലാം മറക്കുമെന്ന് മനസ്സിലാക്കിയ യുവാവ് തൻ്റെ കീശയിൽ ഏതാനും ആപ്പിളുകളും സൂക്ഷിച്ചുകൊണ്ടാണ് ഓടാൻ ആരംഭിച്ചത്. പെൺകുട്ടി ഓടി മുന്നിലെത്തിയ ഉടനെ അവളുടെ അല്പം മുന്നിൽ ഒരു വശത്തേക്കായി ആപ്പിളുകളിൽ ഒരെണ്ണം എടുത്തെറിഞ്ഞു. മുന്നിൽ വീണ ആപ്പിൾ കണ്ടതോടെ അവളതെടുക്കാൻ കുനിഞ്ഞു. അപ്പോഴേക്കും യുവാവ് ഓടി മുന്നിൽ കയറി. തൻ്റെ ഓട്ടത്തിൻ്റെ വേഗതയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്ന പെൺകുട്ടി അതുകണ്ട് ഒട്ടും കുലുങ്ങിയില്ല. അവൾ വീണ്ടും ഓടി യുവാവിൻ്റെ മുന്നിൽ കയറി. അല്പം കഴിഞ്ഞപ്പോൾ യുവാവ് വീണ്ടും പഴയതുപോലെ ചെയ്തു. രാജകുമാരിയുടെ അല്പം മുന്നിലെത്തത്തക്ക വിധം കീശയിൽ നിന്നും ആപ്പിൾ എടുത്ത് ഒരേറ്. ആപ്പിൾ ആരെറിഞ്ഞു, എന്തിനെറിഞ്ഞു എന്നൊന്നും നോക്കാതെ രാജകുമാരി വീണ്ടും ആപ്പിളിൻ്റെ പിന്നാലെ പാഞ്ഞു. അതിനിടയിൽ യുവാവ് ഓടി ഓടി മുന്നിൽ കയറി. എങ്കിലും അല്പസമയത്തിനുള്ളിൽ രാജകുമാരി വീണ്ടും യുവാവിൻ്റെ മുന്നിൽ ഓടിയെത്തി. കുമാരിയിലെ ആത്മവിശ്വാസം അഹങ്കാരമായി മാറി. തന്നെ പരാജയപ്പെടുത്തുവാൻ ലോകത്തിൽ ആർക്കും കഴിയില്ല എന്നവൾ ചിന്തിച്ചു. അപ്പോഴേക്കും യുവാവ് തൻ്റെ കീശയിൽ സൂക്ഷിച്ചിരുന്ന മൂന്നാമത്തെ ആപ്പിളും മുന്നിലോടുന്ന രാജകുമാരിയുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. ആപ്പിൾ കണ്ട് അവൾ പഴയതുപോലെ അതെടുക്കാൻ കുനിഞ്ഞു. താൻ ഫിനിഷിംഗ് പോയിന്റിനടുത്തെത്തിയ വിവരം അവൾ ഓർത്തില്ല. ഇതിനിടയിൽ യുവാവ് ഓടി ഫിനിഷിംഗ് പോയിന്റിലെത്തി വിജയം വരിച്ചു. അവൾ തൻ്റെ ഭാര്യയായി തീരാൻ നിർബന്ധിതയാവുകയും ചെയ്തു. ഇതൊരു കഥയാണ്. എന്നാൽ വിജയിക്കാൻ കഴിവുണ്ടായിട്ടും വിജയിക്കാതെ പോകുന്ന അനേകരുടെ ജീവിത കഥ കൂടി ഇതിലില്ലേ? വ്യക്തികളെന്ന നിലയിലും സമൂഹമെന്ന നിലയിലും ക്രിസ്തുവിൻ്റെ വിജയം ജീവിതത്തിൽ ആഘോഷിക്കാൻ കഴിയാതെ ലോകത്തിൻ്റെയും സാത്താൻ്റെയും മുന്നിൽ പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു കാരണം നാം ലക്ഷ്യം മറക്കുന്നു എന്നതാണ്. ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ ശക്തിയുള്ള ക്രൈസ്തവ സമൂഹം ലോകത്താൽ കീഴ്മേൽ മറിക്കപ്പെടുന്ന അവസ്ഥ ഏതൊരു സഭാ സമൂഹത്തിലും ഇന്ന് കാണാൻ സാധിക്കും. ഇതിൻ്റെ പ്രധാന കാരണം ലക്ഷ്യം തെറ്റിക്കുന്ന ആപ്പിളുകൾക്ക് പിന്നാലെ നാം ഓടുന്നതാണ്. നാം ഇന്ന് ലോകത്തിന് നൽകുന്ന ഊർജത്തിനും മാനവ വിഭവശേഷിക്കും അനുസൃതമായ ഫലം നമുക്കിന്ന് കാണാൻ കഴിയുന്നില്ല. വളരെയധികം അധ്വാനവും ഊർജവും സഭയുടെ ലക്ഷ്യങ്ങൾക്ക് പ്രയോജനമില്ലാതെ നഷ്ടമായി പോവുകയാണ്. അനേകർ ഓടുന്നുണ്ട്, പക്ഷേ യേശുവിനെ നോക്കി ആരംഭിച്ച ഓട്ടം ആപ്പിളിനെ നോക്കിയാകുമ്പോൾ ഓടുന്നത് പലപ്പോഴും വെറുതെയായി പോകുന്നു. മുന്നിൽ വീഴുന്ന ആപ്പിളുകൾക്ക് മുന്നിൽ ലക്ഷ്യം മറക്കരുത്. ഈ ആപ്പിൾ ലോകത്തിൻ്റെ മോഹങ്ങളാകാം, സമ്പത്താകാം, ആഡംബര ഭ്രമമാകാം, തൻകാര്യമാകാം, അഹങ്കാരമാകാം, അസൂയയാകാം. ക്രിസ്തുവിന് പ്രയോജനമില്ലാത്ത പ്രസ്ഥാനങ്ങളും സംഘടനകളുമാകാം. ചില സ്ഥാപനങ്ങളും
സമ്പത്തും പ്രശസ്തിയുമാവാം. ഇവയൊക്കെ നമ്മുടെ ഓട്ടം പിഴപ്പിക്കാനുള്ള ആപ്പിളുകളായി മാറാം. ക്രിസ്തുവിനെ മാത്രം നോക്കി ഓടാൻ, ലക്ഷ്യം തെറ്റാതെ ഇരിക്കാൻ, ദൈവവചനത്തിലേക്കും പ്രാർത്ഥനയിലേക്കും കൂദാശകളിലേക്കും കൂടുതൽ തീഷ്ണതയോടെ തിരിയുവാൻ ഈ നോമ്പുകാലത്ത് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് അതിന് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. പാട്ടുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, അങ്ങുമിങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാ, ഭംഗമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാം. അങ്ങും ഇങ്ങും നോക്കാതെ, മുന്നിൽ വീഴുന്ന ആപ്പിളുകളെ ശ്രദ്ധിക്കാതെ ലക്ഷ്യത്തിലേക്കോടി നിത്യതയിൽ പ്രവേശിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. സസ്നേഹം, ഈപ്പനച്ചൻ.